സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അമ്മ വിളിച്ചറിയോ? ചേട്ടൻ്റെ കൂടെ പോവാന്നറിയാ? ഉറപ്പാണേ? വിളിക്കട്ടെ? അവനുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എല്ലാവർക്കും നമസ്കാരം. രേണാസുന, നീയും നിന്റെ ഫാമിലിയും വീണ്ടും വീണ്ടും തോൽക്കുകയാണല്ലോ എന്നാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കുന്നത്. ഇത്രത്തോളം ഇതാണല്ലോ. തങ്കംചേട്ടൻ എവിടെയാണ്? തങ്കംചേട്ടനെ കണ്ടിട്ട് കുറെ നാളായി. കാലക്രമേണ തങ്കംചേട്ടനെ കാണുന്നതേ കുറയുന്നുണ്ട്. എത്ര കാലമായി. പണ്ട് ബുൾഡോസർ എന്ന് പറഞ്ഞ് ഷർട്ട് വലിച്ച് കാണിച്ച തങ്കംചേട്ടനെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും ഓർമ്മയില്ല. ബുൾഡോസർ ഉണ്ടോന്ന് ഇടിച്ചു നിരത്ത് അതിന് തനിക്കെന്താ ഈ സാധനമൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു മായാലോകത്ത് മറഞ്ഞു പോകുന്ന ഒരു സ്വപ്നമായി തങ്കച്ചേട്ടൻ മാറുമോ എന്നെനിക്കൊരു ഡൗട്ട്, ഒരു ആശങ്ക, ഒരു ഉത്കണ്ഠാബോധം പെട്ടെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും രണാസുന അതിനാര് ചപ്പയോറ് കേസ് പൊട്ടെ. അപ്പം നമ്മുടെ കിച്ചു ആണെങ്കിൽ ഋതപ്പനെ കാണാനായിട്ട് കോട്ടയത്തുള്ള ആ വീട്ടിലോട്ടൊന്ന് പോയായിരുന്നു. അവിടെ പോയി ഋതപ്പനെ കൊണ്ട് ഒരു ഔട്ടൊക്കെ പോയി സിനിമയ്ക്കൊക്കെ പോയി ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവിടുന്ന സെറ്റപ്പിലോട്ട് പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തങ്കംചേട്ടൻ ഇറങ്ങി പോടാ, നീ എന്തിനാടാ ഇവിടെ വന്ന് എൻ്റെ സൽഗുണ സമ്പന്നയായ മകളെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാടാ നീ ഇവിടെ വന്ന് പറട്ട ചെറുക്ക എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ തങ്കംചേട്ടൻ ഫയറിട്ടാ. എന്തായാലും കിച്ചു ഋതപ്പനെ കൊണ്ടുപോകുന്ന ആ വീഡിയോ ഒന്ന് കാണാം. ഋതപ്പന്റെ മുഖത്ത് എനിക്ക് ആ വീഡിയോ മൊത്തം കണ്ട സമയത്തും ഒരു ഹാപ്പിനെസ് ഉള്ള ഫീൽ എനിക്ക് തോന്നിയില്ല. ഋതപ്പൻ എന്തോ ആകെ മൊത്തം ഔട്ടാ, ഒരുമാതിരി ഇരിക്കുക, ഒരു ഇല്ല എന്തോ ഒരു പേടി. അതിപ്പോ കിച്ചുവിന്റെ അടുത്തുള്ള പേടിയാണോ വോട്ടവർ എനിക്കറിയത്തില്ല. കാരണം കിച്ചുവിന്റെ അടുത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഋതപ്പന് പഴയതുപോലെ കണക്ട് ആവാനുള്ള ഒരു പേടി വരും, അല്ലെങ്കിൽ വരുത്തും. ആര്? രേണു സുധിയാൻ ഫാമിലി. ഇവന്റെ ഫോട്ടോ എന്തും കാണിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ കിച്ചു അവന്റെ അടുത്ത് കൂടരുത്, അവൻ അങ്ങനെയാണ്, അവൻ നിന്റെ അമ്മയെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, നിന്റെ അമ്മയെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കുറെ കൂടി ബൂസ്റ്റപ്പ് ചെയ്ത് മസാല ചേർത്ത് പറഞ്ഞ് പഠിപ്പിച്ച് കിച്ചുവിന്റെ ഋതപ്പന്റെ തലയ്ക്കകത്ത് അടിച്ചു കയറ്റും ആ കുടുംബം. അങ്ങനെ വരുമ്പോൾ കിച്ചുവിനെ ഋതപ്പൻ ഓട്ടോമാറ്റിക്കായിട്ട് വെറുക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ അവരുണ്ടാക്കും. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. താമസിയാതെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും. എന്തായാലും കിച്ചു ഋതപ്പൻ ആദ്യം കൊണ്ടുപോകുന്ന സമയത്ത് പഴയൊരു ഹാപ്പിനെസ്സും ഒരു സാധനമൊന്നും ഋതപ്പന്റെ മുഖത്തില്ല. പിന്നെ ഓക്കെ ആയി വരുന്നുണ്ട്. ആദ്യം ഇതൊന്നും എനിക്ക് എന്തോ എവിടെ ഒരു ഋതപ്പനിലൊരു സാധനം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അമ്മ വിളിച്ചറിയോ? ചേട്ടൻ്റെ കൂടെ പോവാന്നറിയാ? ഉറപ്പാണേ? നമ്മുടെ കൂട്ടുകാരൻ ചെറുക്കന്മാരുണ്ടല്ലോ കിച്ചുവിന്റെ, നീയൊക്കെ നന്നായ അതാ വീണ്ടും കഞ്ഞി പരിപാടികളായിട്ടാ തന്നെ നടക്കണേ. എന്നെ കൊണ്ട് ഒരു വരയിപ്പിക്കില്ല. അത് വിട്. ഓക്കെ. അപ്പൊ ഈ ചെറുക്കൻ ചോദിക്കുന്നു ചേട്ടൻ്റെ കൂടെ പോട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഋതപ്പൻ അവിടെ ഇരുന്ന് എല്ലാം ഒക്കെ പറയാണ്. അവൻ ഈ വീട്ടിൽ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോട്ടയത്തുള്ള തങ്കംചേട്ടനൊക്കെ ഉള്ള വീട്ടിൽ ഹാപ്പിയാണ് ഋതപ്പൻ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ആരും അവനെ കെയർ ചെയ്യും, അല്ലെങ്കിൽ അവനെ സ്നേഹിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അവരുടെ കാര്യങ്ങളും പണത്തിന്റെ പിന്നാലെ ഓടുന്നു. പിന്നെ അമ്മ എന്ന് പറയുന്ന നമ്മുടെ പുണ്യാത്മാവ് രേണു സുധി, ഇപ്പൊ പേര് മാറിയല്ലോ, രേഷ്മ തങ്കച്ചൻ, ഇപ്പൊ ഓടി നടക്കുകയാണ്. ഷൂട്ടിങ് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ചാറ്റൊക്കെ പുറത്ത് വരണം എന്തോ. അപ്പൊ അങ്ങനെ ഓടി നടക്കുകയാണ് നമ്മുടെ രണച്ചേച്ചി. ആ സമയത്ത് എവിടെ സ്വന്തം മോനെയൊക്കെ തിരിഞ്ഞു നോക്കാനുള്ള ഗ്യാപ്പ് അവക്ക് കിട്ടത്തില്ല. അവക്ക് അതിനുള്ള സമയമില്ലെന്നേ. നീ പറ മുത്തേ. വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയുന്നുണ്ട്. പോടാ നീ ഋതപ്പ, പോണെങ്കിൽ പോയി രക്ഷപ്പെടും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഈ കുട്ടിയുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോഴേ എന്തോ ഒരു വല്ലായ്മ. ആ കുട്ടി അവന്റെ ചൈൽഡ്ഹുഡ്, പണ്ട് കിച്ചുവിന് അവന്റെ കുട്ടിക്കാലം നഷ്ടപ്പെട്ട് അവനെ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയില്ല, അവന് തിന്നാൻ കൊടുക്കാൻ അവന്റെ അപ്പം വരണമായിരുന്നു. ഇതൊക്കെയായിരുന്നു ആരുടെ കുട്ടിക്കാലം? കിച്ചുവിന്റെ കുട്ടിക്കാലം. ഇപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ ഋതപ്പനെ തിന്നാനും കൊടുക്കും, സ്കൂളിലൊക്കെ വിടും. അതിന്റെ റീസൺ ചിലപ്പോൾ വേറൊന്നുമല്ല. ഇനി നാളൊരു കാലത്ത് ഋതപ്പനും അങ്ങനെ പറഞ്ഞ് രേണുവിന്റെ സൽപ്പേര് വീണ്ടും ഇടിഞ്ഞ് താഴണ്ടെന്ന് വെച്ചിട്ട് ചിലപ്പോൾ അവന് തിന്നാൻ കൊടുക്കുന്നുണ്ടായിരിക്കും. മേ ബി അവൻ വിളിച്ചിട്ടൊന്നുമില്ല. അല്ലാണ്ട് വേറെ വന്ന് അവന്റെ അനിയനെ കാണാൻ വന്നു, അത്രേ ഉള്ളൂ. വേറെ സംഭവങ്ങളൊന്നുമില്ല. എത്തിയല്ലോ കോട്ടയം വീട്ടില്. അതാ രേണുവിന്റെ ഷിഫ്റ്റ്. എല്ലാരും ഉണ്ടെന്ന്, എല്ലാരും ചെരുപ്പുണ്ടെന്ന്. രേണാസുനെ ഉണ്ടാ.
ടെൻഷൻ അവൻ എന്തിരിക്കുന്നു? നീ കയറി പോടാ. നിന്നൊക്കെ അവകാശപ്പെട്ട വീടാണ്, അല്ലാതെ മറ്റവർക്ക് അവകാശപ്പെട്ട വീടല്ല. അവൾക്കോ അവളുടെ തന്തയ്ക്കോ അവളുടെ തള്ളയ്ക്കോ ഒന്നുമല്ല, അവളുടെ സഹോദരിക്കോ സഹോദരിയോ ഭർത്താവിനോ ആർക്കും അവകാശപ്പെട്ട വീടല്ല. നിനക്ക് അവകാശപ്പെട്ട വീട്, നിനക്കും ഋതപ്പനും അവകാശപ്പെട്ട വീട്. നീ പറഞ്ഞാൽ ഇറങ്ങണം, ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് ഋതപ്പൻ ഒഴികെ. നീ പറഞ്ഞ ബാക്കിയുള്ള എല്ലാം ഇറങ്ങാനുള്ള റൈറ്റ്സ്, ഇറക്കാനുള്ള റൈറ്റ്സ് നിനക്കുണ്ട്. മനസ്സിലായ? നിന്റെ വീട്, നിനക്ക് അവകാശപ്പെട്ട വീട്. അവിടെ നിനക്ക് അവകാശപ്പെട്ട വീട്ടിൽ ഇടനക്കി പട്ടികളെക്കാളും ചെറുനക്കി പട്ടികളായിട്ട് കയറി വലിഞ്ഞേറി കിടക്കുന്ന ടീംസാണ് ആ ടീംസ്. ഏത്? അത്. അതുകൊണ്ട് നിനക്കവിടെ പേടിക്കേണ്ട കാര്യമില്ല കയറി പോവാൻ. അവിടെ താമസിക്കുന്ന ഓരോന്നും ഓരോ ദിവസം നിന്നെ ഓർത്ത് പേടിക്കണം. അതാണ് സത്യം. അല്ലാണ്ട് നീയോ നിന്റെ ഫ്രണ്ട്സോ അവിടെ കയറി പോകുന്നതിനല്ല പേടിക്കേണ്ടത്. അവിടെ താമസിക്കുന്ന, നിന്നെ ചെളിവാരി അടിച്ച് നിന്റെ ജീവിതം തൊലച്ച കുറെ ടീംസ് ഉണ്ട്, അവരൊക്കെയാണ് പേടിക്കേണ്ടത്. നീയല്ല കുട്ടാ. ആ ഋതപ്പൻ എനിക്ക് തോന്നുന്നു ഈ ഋതപ്പൻ ഈ പറയുന്ന പോലെ കിച്ചുനൊന്ന് കണ്ടപ്പോൾ ചെറിയൊരു വെട്ടമെങ്കിലും ഉണ്ട്. മേ ബി ആദ്യം ആ വീഡിയോയിൽ വരുന്ന സമയത്ത് അവനൊരു വെട്ടമൊന്നുമില്ല, അവനൊരുമാതിരി നിൽക്കുകയാണ്. പിന്നെ കിച്ചുവിനെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ പഴയൊരു ആക്റ്റീവ് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തെങ്കിലും വിഷം അടിച്ച് കയറ്റി കൊടുത്തതാണ്, തള്ളി മറിച്ചാണ്, അവൻ മറ്റവനാണ് മറിച്ചാണ്, നിന്റെ അമ്മയെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അടിച്ച് കയറ്റി കാണും. പറയാൻ പറ്റത്തില്ലല്ലോ, മനുഷ്യന്റെ കാര്യമില്ല. പ്രത്യേകിച്ച് രേണു സുധി എൻ്റെ ഫാമിലി അല്ലേ, എന്തും ചെയ്യും. പാവല്ല, നല്ല കൊച്ചു കൊച്ചു ഒരു പേടി പോലെ. അമ്മയുടെ കൂടെ പോകുന്നു. എവിടെ പോകുന്നു? എറണാകുളം. അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ ഗതിയായിരിക്കും. ഞാനൊന്നും പറയുന്നില്ല. ഒരിക്കൽ അവൾ ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ ഈ പയ്യനുണ്ടായിരുന്നു, അവന്റെ കയ്യിൽ ഫോൺ എടുത്തങ്ങ് കൊടുത്ത് വിടുകയാണ്. അവന്റെ ജീവിതം തന്നെ തുളയ്ക്കാനുള്ള ഏർപ്പാടാണ് അവൾ ഉണ്ടാക്കുന്നത്. ചുമ്മാ ഫോൺ എടുത്ത് കൊടുക്കുന്ന, ആ ഒരു ഫോണും കൊണ്ട് എവിടെ പോയി കുത്തിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ കയ്യിൽ ഫോണ് ഇങ്ങനെയൊന്നും എടുത്ത് നിസ്സാരമായിട്ട് കൊടുക്കരുത്. അവരെന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മളെക്കാളും ഐക്യു കൂടുതലാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ. എന്തിനാണ് കുട്ടിക്കാലത്ത് എന്തെങ്കിലും ആവശ്യമില്ലാത്തതൊക്കെ കണ്ട് അവർ വഴി തെറ്റുന്നത്? എന്തിനാ? അവന്റെ സ്വന്തം അമ്മയുടെ വീഡിയോ കണ്ട് തന്നെ അവൻ വഴി തെറ്റി. അതാണ് അവസ്ഥ. സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം തുറന്നു കഴിഞ്ഞാൽ അവന്റെ അമ്മ അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് അത് കണ്ട് വഴി തെറ്റാതിരുന്നാലേ അത് ചെയ്യുള്ളൂ. വിളിച്ചറിയോ? ചേട്ടനോട് പോവാന്നറിയാ? ഉറപ്പാണേ? വിളിക്കട്ടെ? അമ്മ വിളിക്കട്ടെ? വിളിക്കടാ. പറയടേ. അമ്മ വെച്ച് എന്ത് പറയും? എന്ത് വരാ? എന്തോ പറയും? അമ്മയുടെ എന്തോ പറയും? എന്താ വരാത്തെന്ന് വെച്ചാൽ എന്താ പറയും? കാരണം എന്താ പറയും? കൂട്ടുകാരെ നല്ലപോലെ കുത്തുന്നുണ്ട്. അമ്മേരോടെ പോണ്ട, നമ്മളോടെ പോവാം. ഇനി അമ്മേരുടെ അടുത്ത് വിളിച്ച് പറ നമ്മളോടെ വന്നെന്ന്. അമ്മ ഇനി എന്ത് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? കിച്ചി ചേട്ടൻ്റെ കൂടെ പോയെന്ന് പറയുമോ? നല്ലോണം കുത്തി വിട്ടുകൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ. നീയാണ്ടാ നൻപൻ, ഉണ്മയാണ് നൻപൻ. എന്നാലും കൊള്ളാം, കടകൂട. നമ്മളെ പ്ലാനിൽ ഒരു ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു, പിന്നെ വന്നേയില്ല, എന്തെങ്കിലും കൊണ്ടുപോകാൻ വന്നേയില്ലേ? അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. സെറ്റല്ലേ എനിക്ക് എന്തോ ആ കുട്ടിയുടെ മുഖത്ത് ഒരു പഴയ ഹാപ്പിനെസ് ഇല്ല. അതെന്തെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇവനെ കിച്ചുവിനെ കാണുമ്പോൾ ഓടി വന്ന് ചാടിക്കയറുന്ന ഒരു ഹാപ്പിനെസ് ഋതപ്പൻ്റെ മുഖത്തില്ല. റീസൺ ബിഹൈൻഡ് ദാറ്റ് ഈസ് വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്കറിയത്തില്ല എന്ത് തേങ്ങയാണെന്ന്. എന്തായാലും പഴയൊരു ഹാപ്പിനെസ് ഇല്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ കിച്ചുവിനെ പറ്റിയിട്ട് മോശം ഈ പറയുന്ന രേണുവിൻ്റെ ഫാമിലി ഋതപ്പനിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് അവൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു ഹാപ്പിനെസിൻ്റെ കുറവ്. മൊത്തം കൊണ്ടുപോകാന്നുള്ള രീതിയിൽ നിൽക്കുക. എവിടെ അപ്പൊ പോകാൻ പോകും? നമ്മള് ലുലുമാളി പാട്ടുണ്ടോ? മങ്ങളുടെ ഗെയിം കളിക്കാം. സൂപ്പർ.
ഒരു എനർജി ഇല്ലല്ലേ? എനർജി അതാണ് ഒരു എനർജി കുറവ്. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആവണം മേ ബി റീസൺ. എന്തായാലും തങ്കം ചേട്ടനൊക്കെ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം കുടുംബത്തോടെ കയറി പോയല്ലോ. ചേച്ചിയും ചേട്ടനും അളിയനും മച്ചാനും മച്ചമ്പിയും ഒക്കെ എല്ലാം കയറി പോയി. അന്ന് കിച്ചു ഒരു വീഡിയോ ഇട്ടതോടെ ഓരോന്നും ഓരോ അരുവേ കൂടി കയറിപ്പോയി. ചേച്ചിയൊക്കെ പിന്നെ സുധിയേട്ടൻ്റെ പൈസ വെറുതെ പറ്റി അവിടെ ഇരുന്ന് വെറുതെ ഇരുന്നെന്നുള്ളൊരു സാധനം അടക്കം അവൻ എടുത്ത് അടിച്ചു കൊടുത്തു. അതോടെ മൂഞ്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉറപ്പായിട്ട് ഋതപ്പനെ ബ്രെയിൻ വാഷ് ചെയ്ത് കാണും. അതിൽ ഒരു മാറ്റമല്ല, 110% ഉറപ്പ്. അറിയോ കാർ ഓട്ടിക്കാൻ? ഋതപ്പൻ കാർ ഓടിക്കാൻ കയറിയിട്ടുണ്ട്. തിരിച്ചോ ആ കുട്ടിയുടെ ഒരു ചൈൽഡ്ഹുഡും തൊലഞ്ഞു പോകാതിരിക്കട്ടെ, കിച്ചുവിൻ്റെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ആ വീട്ടിലുള്ള ബാക്കിയുള്ളതൊക്കെ ആ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എനിക്കതേ പറയാനുള്ളൂ. അവസ്ഥ അല്ലാത്ത അവസ്ഥ. അപ്പം മരിച്ചുപോയ ഇതൊക്കെ തന്നെയുടെ അവസ്ഥ. ഉള്ള കാര്യം പറയാം. അപ്പൻ എത്ര കേടുകെട്ടവനായാലും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ചില കുടുംബങ്ങളിൽ അപ്പന്മാർ തലഴിഞ്ഞന്മാരുണ്ട്, ഇല്ലെന്നല്ല. ഇവിടെ നേരെ തിരിച്ചായിരുന്നു. രേണുവിന് വലിയ കൺസേൺ ഒന്നും പിള്ളേരായിട്ട് ഇല്ലായിരുന്നു. പക്ഷെ പകരം സുധിക്കുണ്ടായിരുന്നു സ്വന്തം മക്കളെന്നുള്ളൊരു സംഭവം. അങ്ങേര് പോയതോടെ രണ്ടും വഴിയാതാരമായെന്ന് തന്നെ പറയാം. അല്ലാണ്ട് എന്തു പറയാം, വല്ലാത്ത അവസ്ഥ. സുധി ഇപ്പം എത്ര നാറിയോ എത്ര തെറ്റോ ആയിക്കോട്ടെ, പക്ഷേ ഈ പറഞ്ഞ പോലെ മക്കളെ നോക്കിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. ഇല്ലെങ്കിൽ തെറിച്ചു പോകുന്നു. പാവം വച്ച് എന്തോ കഴിക്കാൻ പോകുന്നു? ചിക്കൻ. ഞങ്ങൾ ചങ്ങനാശ്ശേരി ചിക്കിങ് പോലുള്ള കാരണം ഇവിടെ ചിക്കിങ് ഉണ്ട്. പക്ഷെ ഇവിടെ മറ്റേ കളിക്കാൻ പറ്റുന്ന സംഭവം കളിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഇവിടുന്ന് ലുലുമാളിൽ നേരെ ചിക്കിങ് അല്ലേ. ആ കൊച്ചെനിക്ക് തോന്നുന്നു ഒരുപാട് നാളിന് ശേഷം ഒന്ന് ഔട്ട് പോയി ഒന്ന് അടിച്ചു പൊളിച്ചത് ഈ കിച്ചുവിനോട് വന്ന ഈ ഒരു ദിവസം ആയിരിക്കും. മേ ബി അങ്ങനെ ആയിരിക്കുന്നതാണ്. അല്ലാണ്ട് ആ കൊച്ചെപ്പോഴും വീട്ടിൽ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് കിച്ചു വെളിയിൽ ഇറക്കിയപ്പോഴാണ് ഋതപ്പനൊന്ന് വെളിലോകം കാണുന്നതും ഒന്ന് അടിച്ചു പൊളിക്കുന്നതും അവിടെ വന്ന് കുറേ ഗെയിമൊക്കെ കളിച്ച് ലുലുലൊക്കെ കയറി ഗെയിമൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സീരിയസ്ലി. അല്ലെങ്കിൽ രേണു പുറത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഋതപ്പനെ വെച്ചിട്ടായിരിക്കും മുതലെടുപ്പ് നടത്തുമായിരുന്നു ഉറപ്പായിട്ട് വെളിയിലൊക്കെ കൊണ്ടുവരുന്നത്. അവളുടെ ഷൂട്ടും കോപ്പും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൊലഞ്ഞ് അഴിഞ്ഞാടി നടക്കുന്നതല്ലാണ്ട് ആ കൊച്ചിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിട്ട് ചുമ്മാ എടുത്ത് മറ്റേ തങ്ക പെരിമള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും 2 BGM കയറ്റി ആ കൊച്ചിനെ എടുത്ത് വെച്ച് കുറേ ഉമ്മയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ച് തുതിയേട്ടൻ 2 ഫോട്ടോ എടുത്ത് ബാക്കി വെച്ചുകൊണ്ടിരുന്ന് പട്ടി ഷോ കാണി. ഇതല്ലാണ്ട് അവൾ എന്നാ തേങ്ങ ആ കൊച്ചിന് വേണ്ടി ചെയ്യുന്നുണ്ട്? തിരിഞ്ഞു നോക്കുന്നത് തള്ളയെന്ന പേര് മാത്രമേ ഉള്ളൂ. ആ കൊച്ചിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? കോപ്പ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ ഇച്ചു വന്നപ്പോഴാണ് ആ കൊച്ചു പുറം ലോകം കാണുന്നത്. പാവം. ഇവൻ ആദ്യം പോയ സമയത്ത് ഉണ്ടായിരുന്ന ഫേസും ഇപ്പോഴും കിച്ചുവിന്റെ ഫേസും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ആദ്യം എന്തോ ഒരു അകൽച്ച അവന്റെ ആ ഒരു ഇരിപ്പിലും സംസാരത്തിലും എനിക്ക് ഫീൽ ചെയ്തു. കിച്ചുവിന്റെ അല്ല, സോറി ഋതപ്പന്റെ. എന്നാൽ ഇപ്പോൾ ഋതപ്പന്റെ ആ ഒരു ഫേസ് നോക്ക്, ചിരി, സന്തോഷമായെന്നൊക്കെ സന്തോഷമായി ആ ഒരു സെറ്റപ്പ് അത് മാറി. കിച്ചുവിന്റെ കൂടെ ഒരു ദിവസം മൊത്തം ഔട്ട് പോയി ഇറങ്ങിയപ്പോൾ ആ ഒരു മൈൻഡൊക്കെ ഒന്ന് മാറി വന്ന്. അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു പാവം കൊച്ചു കേട്ടോ ഈ ഋതപ്പൻ. ഒരു ഉമ്മ തരൂ. പോയിട്ട് തരാം. ടാറ്റ ടാറ്റ. ഓക്കെ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിൽക്കും. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു വെച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയടുത്ത് കണ്ട് ചോദിക്കാൻ പറ്റും. അങ്ങനെ അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞു. അങ്ങനെ ഞങ്ങള്
പോയതാണ് അങ്ങനെ. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഒരു 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഭാരതി കൊണ്ടുപോയതാ. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അത് പിന്നെ എങ്ങനെയാണല്ലോ ഇരിപ്പ് വശം. ഓക്കെ, അപ്പോൾ ആർക്കും ശരിക്കും പറഞ്ഞാൽ അവിടെ താല്പര്യമില്ലായിരുന്നു കിച്ചു ഋതപ്പനെ വിളിച്ചോണ്ട് ഈ പുറത്ത് പോയത് എന്നാണ് ഋതപ്പൻ ഇവിടെ കിച്ചു ഇവിടെ പറയുന്നത്. ഋതപ്പനെ വിളിച്ചോണ്ട് കിച്ചു പോയത് ആർക്കും അവിടെ താല്പര്യമില്ലായിരുന്നു. താല്പര്യം എങ്ങനെ വരും? എടാ, നീയൊക്കെ അവിടെ വീട്ടിൽ കുറേ എണ്ണം ഉണ്ടല്ലോ, ചേച്ചി, അനിയത്തി, അച്ഛനും അമ്മയും അപ്പൂപ്പനും 16 ഒക്കെ ആയിട്ട്. ഏതെങ്കിലും ഒരെണ്ണം പിള്ളേരെ കൊണ്ട് കറങ്ങാൻ പോകാറുണ്ടോ? ആ കൊച്ചു ഇന്നാണ് പുറം ലോകം കണ്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരുപാട് നാളിന് ശേഷം ആ കൊച്ച് എന്തോ എവിടെ കൂടിയോ വെളി ലോകം കണ്ടതുപോലെ ഫീൽ ചെയ്തു. അറിയാൻ പാടില്ല, പക്ഷെ എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞു. സത്യമുള്ള കാര്യം പറയാമല്ലോ, കാര്യങ്ങൾ എനിക്കത്ര ഇതായിട്ട് തോന്നുന്നില്ല. ആ ഋതപ്പൻ എന്ന് പറയുന്ന ആ കുട്ടി അടക്കം അവിടെ ഒരു മെന്റൽ പ്രഷറിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഒരുമാതിരി എന്തോ പോലെ. അതിൽ എൻ്റെ ഒരു 100% ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, കിച്ചുവിനെ അവിടെ പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ടാവാം മേ ബി. കാരണം ഇനി അവൻ്റെ കൂടെ പോകരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും, ഉറപ്പായിട്ട് പറയും. കുറച്ചുകൂടിയൊക്കെ വളരുമ്പോൾ കുട്ടികൾ അതും കൂടി ഒന്ന് കണക്കാക്കും. പിന്നെ കുറേ നാളും കൂടി കഴിയുമ്പോൾ ഇപ്പോൾ ഋതപ്പനായാലും രമ്യയുടെ മോനായാലും മനസ്സിലാക്കും രേണുവിൻ്റെ ഒക്കെ തനി ഗുണങ്ങൾ. അങ്ങനെ മനസ്സിലാക്കി പിള്ളേർ തിരിഞ്ഞു വരും, പിള്ളേരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങും. മനസ്സിലായി? ഇപ്പോൾ കിച്ചുവൊക്കെ നടക്കുന്നുള്ളത് അത് ഒരു പ്രായം വരെ ഇവളമാരും ഉമ്മമാരും ഒക്കെ പറയുന്ന കേട്ട് അടിമക്കണക്കിന് അവിടെ കിടക്കും. അത് കഴിയുമ്പോൾ അവർ തന്നെ റിലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം നേരെ ഉൾട്ടടിച്ച് തിരിഞ്ഞു മറിയാൻ തുടങ്ങും. അപ്പോഴാണ് ഇവരൊക്കെ മൂഞ്ചുന്നത്. ഓക്കെ, ഈ കിച്ചു ഇപ്പോൾ അടിച്ചണ്ണാക്കി കൊടുത്തപ്പോൾ രേണു ഫാമിലി മൂഞ്ചിയതുപോലെ. ഓക്കെ, അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എന്തോ ചെറിയൊരു സന്തോഷമുണ്ട്. കാരണം ആദ്യം അവൻ വന്ന് കയറുന്ന സമയത്ത് അവൻ്റെ ഫേസും അവൻ്റെ സംസാരമൊന്നും ഓക്കെ അല്ലായിരുന്നു ഋതപ്പൻ്റെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല സന്തോഷം, അടിപൊളിയായിട്ടിരിക്കട്ടെ. പിള്ളേർ രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. ഈ ഒരു വൃത്തികെട്ട കുടുംബത്തിൻ്റെ അകത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് നാറി പോകാണ്ട് ആ പിള്ളേരെങ്കിലും ലൈഫിൽ നല്ലപോലെ മുന്നോട്ട് അങ്ങോട്ട് ഇനി ജീവിക്കട്ടെ. നല്ല ഭാവി രണ്ടുപേർക്കും ഉണ്ടാവട്ടെ. കിച്ചുവിനായാലും ഈ പറയുന്ന ഋതപ്പനായാലും. കിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി ഇൻസ്റ്റയിലൊക്കെ ഇടുന്നതായി കണ്ടിട്ടുണ്ട്. ഇനി അലമ്പലിലൊന്നും പോവാതെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ നോക്കി. 2 കൂട്ടുകാരന്മാരടുത്ത് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തേടിപ്പോയി അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക്. ഇതിൻ്റെ ഒന്നും ഇടയിൽ കിടന്ന് ജീവിതങ്ങൾ തുലയ്ക്കാതെ. ഈ രേണുവിൻ്റെ ഒക്കെ കൂടെ നടക്കുന്നുവെന്ന് പറഞ്ഞാലേ ചീത്തപ്പേരാ. അതുകൊണ്ട് എന്തുകൊണ്ടും കിച്ചു അവർക്കെതിരെ തിരിഞ്ഞ് നീ സെപ്പറേറ്റായി മാറിയത് നിന്റെ നല്ലതല്ലോ. അല്ലെങ്കിൽ ആ ചീത്തപ്പേരിന് ഷെയർ വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. ഇനി കുറേ കാലം കഴിയുമ്പോൾ ഋതപ്പനും ഇതേപോലെ തിരിച്ചും മറിഞ്ഞോളാം. അപ്പോഴത് മാറിക്കോളും. പിന്നെ അപ്പോഴേ രേണു മനസ്സിലാക്കും ഇതൊന്നുമല്ല ജീവിതം വെറും ബിഗ് സീറോ ആയിരുന്നു. ഈ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളും അപരാധങ്ങളും ഒന്നുമല്ല, കഴപ്പുകളും കടികളും അവിടെ തീർത്തതല്ലാണ്ട് ഒരു തേങ്ങയല്ലെന്ന് തിരിച്ചറിയുന്ന ഒരു കാലം രേണുവിനും രേണുവിൻ്റെ ഫാമിലിക്കും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ആൻഡ് വാച്ച്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടിയ കോമഡി വീഡിയോ ഒന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചതാണ്. കാരണം എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് എന്തോ എവിടെയോ ഒരു സാധനം ഫീൽ അത് നിങ്ങൾക്ക് ഉണ്ടായി കാണും. ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ആണ്. ബൈ.